തന്നെ ഈ കൊച്ചിയിലെ കപ്പലപകടത്തിന് ശേഷം അതിൻ്റെ മാലിന്യങ്ങൾ വന്നടിഞ്ഞ സ്ഥലത്തൊരു ഡോൾഫിൻ്റെ ജഡം അടിഞ്ഞിരുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ചർച്ച നടക്കുന്നുണ്ട്. ഈ കടലിൽ നിന്ന് ഈ സമയത്ത് പിടിക്കുന്ന മീൻ അത് ഭക്ഷ്യയോഗ്യമാണോ, അല്ലെങ്കിൽ ഇത് വലിയ രീതിയിൽ ഈ ജലസമ്പത്തിനെ വലിയ രീതിയിൽ ബാധിക്കും എന്ന് പറയും വലിയ രീതിയിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. ഇതിൻ്റെ വാസ്തവം എന്താണ്? ഇതിന്റെ വാസ്തവം അന്വേഷിച്ചാണ് ഇപ്പോൾ പലരും നടക്കുന്നത്. ഞാനൊക്കെ മത്സ്യം കഴിച്ചിട്ട് 4-5 ദിവസം ഈ കപ്പൽ മുങ്ങി ഈ പ്രചരണമൊക്കെ വന്നതിന് ശേഷം ഞാൻ ഇതുവരെ മത്സ്യം കഴിച്ചിട്ടില്ല. കാരണം ഒരു ഭയം ഉള്ളിലുണ്ട്, ഇത് കഴിക്കാൻ പാടുണ്ടോ. കാരണം ചില ഡോക്ടർമാരും വിദഗ്ധരും പറയുന്നു ചെറിയ മീനുകൾ, അതായത് മത്തി, പിന്നെ ഈ ചൂര, അങ്ങനത്തെ ചില മീനുകളുണ്ടല്ലോ. ചെറിയ മീനോ? അല്ല, ചെറിയ മീൻ ഞാൻ ഉദ്ദേശിച്ച അങ്ങനെയല്ല. മത്തി, ചെമ്മീൻ, ചൂര മുതലായ മീനുകൾ കഴിക്കാൻ പാടില്ല എന്നും, ഈ ചെറിയ മീനുകൾ നമ്മളെ ദഹനത്തിന് പ്രശ്നം ഉണ്ടാക്കുമെന്നും, ഈ കാൽസ്യം കാർബൈഡ് പോലുള്ള സാധനങ്ങൾ കടലിൽ ലയിച്ചത് കൊണ്ട് നമ്മുടെ ദഹനത്തിന് പ്രശ്നം ഉണ്ടാക്കും, മരണം വരെ വരാൻ സാധ്യത ഉണ്ടെന്നും ഒക്കെ ചിലർ പറയുന്നു, ചില വിദഗ്ധർ പറയുന്നു. മറ്റു ചില ഡോക്ടർമാർ പറയുന്നു ഇത് ക്യാൻസർ വരെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് നമ്മൾ വിശ്വസിക്കുന്നത്? പക്ഷെ ഇപ്പൊ കേന്ദ്രം പറയുന്നത് ഈ കപ്പലിൽ നിന്ന് എണ്ണച്ചോർച്ച സംഭവിച്ചിട്ടില്ല എന്നാണ് കേന്ദ്രം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ ഈ ചില സ്ഥലങ്ങളിൽ മീനുകളൊക്കെ കൂട്ടത്തോടെ ചത്തുപൊങ്ങുന്നു എന്ന് പറയുന്നു. ഇതിലെയൊക്കെ വാസ്തവം എന്താണ് എന്ന് ഇതുവരെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇനി ഈ എൽസ എന്ന് പറയുന്ന കപ്പൽ, അത് വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലേക്ക് വരുന്ന വഴിക്കാണ് ഈ 26 ഡിഗ്രി ആദ്യം ചരിഞ്ഞു. പിന്നെ കാലാവസ്ഥ പ്രശ്നങ്ങളാണ് ഇത് ചരിയാൻ കാരണമെന്ന് പറയുന്നു. പിന്നെ പൂർണ്ണമായും അത് മുങ്ങി എന്നും പറയുന്നു. ഈ കപ്പലിന് ഒരുപാട് വർഷത്തെ കാലപ്പഴക്കമുണ്ട്. ഇതിന് ഇൻഷുറൻസ് ഉണ്ട്. ഇത് ലൈബീരിയൻ ലൈസൻസ് ഉള്ള ഒരു കപ്പലാണെന്നും പറയുന്നു. ഇതിന്റെ കാലപ്പഴക്കം ഉള്ളത് കൊണ്ട് ഇത് നശിപ്പിക്കാനായി ഇതിന്റെ ഉടമസ്ഥർ തന്നെ ഇത്തരം ഒരു എന്താ പറയാ കള്ളത്തരം കാണിച്ചത് എന്നുള്ള വിവരങ്ങളാണ്. വലിയ ബോധപൂർവ്വം അപകടം ഉണ്ടാക്കി, വലിയ ഇൻഷുറൻസ് തുക കിട്ടും, അത് മുന്നിൽ കണ്ടുകൊണ്ട് മനഃപൂർവ്വം ചെയ്ത കാര്യങ്ങളാണ് ഇത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ആദ്യം ഇതിന്റെ 12 കണ്ടെയ്നറുകളിൽ എന്താണ് എന്ന് പോലും അറിയില്ല എന്നൊക്കെയുള്ള ചില വിവരങ്ങൾ വരുന്നു. രാസവസ്തുക്കളാണോ, മിഷ്യൻ ഗണ്ണുകളുടെ സാധനങ്ങളാണോ, പിന്നെ ഇനി സ്ഫോടക വസ്തുക്കളാണോ. 643 കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു. അതിൽ 74 എണ്ണം കാലിയായിരുന്നു. ബാക്കിയുള്ളതിൽ എന്താണ് എന്നുള്ളത് സ്ഥിരീകരിച്ചു. അതിൽ 12 എണ്ണത്തിൽ എന്താണ് എന്ന് സ്ഥിരീകരിച്ചില്ല എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വന്നു. ഈ കപ്പലിലെ ഇന്ധനമൊക്കെ ഈ വെള്ളത്തിൽ അടിഞ്ഞ് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ജലത്തിലും ഉണ്ടാകാൻ, മീനുകൾക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ആളുകൾ മത്സ്യം വാങ്ങുന്ന കടകളിൽ ചെന്ന് ചോദിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന മത്സ്യമാണെങ്കിൽ മാത്രം ഞങ്ങൾക്ക് മതി, കേരളത്തിലെ മത്സ്യം ഞങ്ങൾക്ക് വേണ്ട. അങ്ങനെ കേരളത്തിലെ മത്സ്യ മാർക്കറ്റ് ഇടിഞ്ഞു എന്നാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. തൂത്തുക്കുടി, പോണ്ടിച്ചേരി ആ ഭാഗത്തു നിന്നൊക്കെ വരുന്ന മത്സ്യം മതി എന്നാണ് പറയുന്നത്. നമ്മൾ ഈ പൊതുവെ വരുമ്പോൾ മത്സ്യക്കടകളൊക്കെ ധാരാളമായി ഈ ഞങ്ങളുടെ തിരുവനന്തപുരത്തൊന്നും ഇങ്ങനെ കടകളൊന്നുമില്ല. ഈ മീൻ വിൽക്കുന്ന സ്ത്രീകൾ ഒരു ചന്ത പോലെയുണ്ട്, അവിടെ വന്ന് കൂടിയിരുന്ന് വിൽക്കുന്നത്. അത് കിലോ കണക്കിനൊന്നും അല്ല, 50 രൂപയ്ക്ക് 100 രൂപയ്ക്ക് അല്ലെ 3 എണ്ണം 120 രൂപ അങ്ങനെയൊക്കെയാണ് തരുന്നത്. ഇവിടെ വന്നതിന് ശേഷമാണ് ഈ കിലോയും 1/2 കിലോ 3/4 കിലോ ഈ മീനിന് ഈ കിലോ കണക്കൊക്കെ ഞാൻ കാണുന്നത് എറണാകുളത്തൊക്കെ വന്നതിന് ശേഷമാണ്. അപ്പോൾ ഈ നമ്മൾ വരുമ്പോൾ എനിക്ക് ഈ മീൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഈ വരുമ്പോൾ മത്സ്യക്കടകളെല്ലാം നോക്കി വരും, നല്ല മീനുകളൊക്കെ ഇരിക്കുന്നതൊക്കെ നോക്കി വരും. ഇപ്പോൾ കടകളിലൊന്നും ആളില്ല, അവരും വെറുതെ ഈച്ച അടിച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് ഒരു ഭയം ഉള്ളിലുണ്ടാകും, ഇനി കഴിച്ചാൽ എന്തെങ്കിലും പ്രശ്നം വരുമോ, മരണം വല്ലതും സംഭവിക്കുമോ, ഈ ദഹനക്കേട് പോലെയുള്ള സംഭവങ്ങൾ വന്ന് അത് മരണത്തിലേക്ക് പോകും എന്നൊക്കെയുള്ള കാര്യങ്ങൾ വരും. ഇത് കൃത്യമായി ഇതിനൊരു പിന്നെ എന്താ പറയുക, ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു നിലപാട് ഇത് വിദഗ്ധർ നൽകണം. ഒരു പ്രശ്നവുമില്ല, ഇതിൽ വലിയ ജാഗ്രതയൊന്നും വേണ്ട, അത്തരം ബുദ്ധിമുട്ടുണ്ടാവുന്ന കാര്യങ്ങളൊന്നും കടലിൽ കലർന്നിട്ടില്ല, നിങ്ങൾ ധൈര്യമായി മത്സ്യം കഴിച്ചോളൂ, ഒരു പ്രശ്നവുമില്ല എന്ന് അധികൃതർ പറയണം. അത് ഇതുവരെ ആരുടെ ഭാഗത്തു നിന്നും ഒരു അലർട്ടും ജാഗ്രതയും ഒക്കെ വേണമെന്ന് പലരും പറയുമ്പോഴും ഇത് പറഞ്ഞിട്ടില്ല. ഇത് പറയുമ്പോഴാണ് ഞാൻ രാവിലെ പ്രേംലാൽ ഏട്ടനോട് ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു, പ്രേംലാൽ ഏട്ടൻ ഞാനിപ്പോൾ മീനൊന്നും കഴിക്കുന്നില്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ പ്രേംലാൽ ഏട്ടൻ 2-3 കാര്യങ്ങൾ എന്നോട് ചോദിച്ചു. അത് ആ പ്രേക്ഷകർക്ക് വേണ്ടിക്കൂടെ ഒന്ന് പറയാമോ? അതായത് നമ്മൾ ഈ സുനാമി ഉണ്ടായ സമയത്ത് ഇതേപോലൊരു പ്രചരണം ഉണ്ടായിരുന്നു. ഒരുപാട് മനുഷ്യ ശരീരങ്ങൾ കടലിൽ ഒഴുകി നടക്കുന്നു, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. ഈ കപ്പൽ അപകടവും അതേപോലെ മനുഷ്യ ശരീരങ്ങൾ കടലിൽ ഒഴുകുന്നു, ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. ഇത് പലയിടത്തും പല രീതിയിലും പല അളവിൽ നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുമാത്രമല്ല, നമ്മുടെ ഭൂമിയിലുണ്ടാകുന്ന സകല വേസ്റ്റുകളും ഏതെങ്കിലുമൊക്കെ വെള്ളത്തിൽ ഒഴുകിച്ചെന്ന് അടിയുന്നതും ഈ കടലിലാണ്.
അപ്പോൾ ഈ കടലിൽ മാലിന്യം എന്ന് പറയുന്ന ഒരു കപ്പൽ അപകടം ഉണ്ടായത് മാത്രമല്ല, അതിനു മുമ്പും അതിന് ശേഷവും ഇനിയും ഉണ്ടാവും. അപ്പോൾ ഈ കടൽ മത്സ്യങ്ങളെല്ലാം ഇതിനിടയിൽ കിടന്ന് വളരുന്നവർ തന്നെയാണ്. അപ്പോൾ അതിന് ഒരു പ്രത്യേക ഒരു സംഗതിയുടെ പേരിൽ അതിനെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല. ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. പിന്നെ ഒരു പ്രശ്നം ഇപ്പോൾ ഉള്ളത്, ഈ കണ്ടെയ്നറിൽ നിന്ന് ഒരുപാട് പ്ലാസ്റ്റിക് ഗ്രാനുവൽസ് അത് കണ്ടമാനം വെള്ളത്തിൽ കലർന്നും അല്ലാതെയും വന്നിട്ടുണ്ട്. കുറേയൊക്കെ കരക്കടിഞ്ഞിട്ടുമുണ്ട്, കുറേയൊക്കെ ഇപ്പോഴും ഒഴുകി നടക്കുന്നുണ്ട്. ഇത് ഈ മത്സ്യങ്ങൾ പലരും ഭക്ഷണമാണെന്ന് തെറ്റിദ്ധരിച്ച് ഭക്ഷിക്കും. ഈ പ്ലാസ്റ്റിക്കിൻ്റെ തരികൾ അത് ഈ മത്സ്യസമ്പത്തിൻ്റെ നാശത്തിന് കാരണമാകും. അതുകൂടാതെ ഈ മത്സ്യമുട്ടകൾ ഈ വെള്ളത്തിൽ ഉണ്ടാകുന്ന ഇത് ഈ മാലിന്യങ്ങളുടെ ഇടയിൽ മത്സ്യമുട്ടകൾ ഉണ്ടായാൽ മത്സ്യസമ്പത്തിന് ദോഷം ചെയ്യും. ഇതാണ് ഇപ്പോഴുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. അതുകൂടാതെ ഈ ഇതുമായി ബന്ധപ്പെട്ട ഈ കണ്ടെയ്നറുകൾ അടക്കമുള്ള സാധനങ്ങൾ ഇങ്ങനെ ഒഴുകി നടക്കുന്നത് മത്സ്യത്തൊഴിലാളികൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും. അവരുടെ മത്സ്യബന്ധന വലകളടക്കം നശിച്ചു പോയി. ഇത് എവിടേക്കാണ് ഇത് മുങ്ങിക്കിടക്കുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ലല്ലോ. അപ്പോൾ അത്തരം ചില വെല്ലുവിളികളുണ്ട്. അതിനപ്പുറം ഇതൊരു മാലിന്യ പ്രശ്നം എത്രത്തോളം ഉണ്ടാകും എന്നുള്ളതിനെക്കുറിച്ച് നമുക്കിപ്പോൾ ഇങ്ങനെ രീതിയിൽ കമൻറ്റ് ചെയ്യുന്നത് അത് ബുദ്ധിപരമായിരിക്കില്ല. കാരണം ഈ പറയുന്ന കാൽസ്യം കാർബൈഡും അതേപോലെ എണ്ണയും ഇതൊന്നും വെള്ളത്തിൽ കലർന്നിട്ടില്ല, ഇതുവരെ കലർന്നിട്ടില്ല എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു മലിനീകരണ പ്രശ്നം കടലിലില്ല. പിന്നെ ഇപ്പോൾ എന്തെങ്കിലും ഒരു മാലിന്യത്തെ ഇങ്ങനെ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ മത്സ്യം കഴിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ പണ്ട് തൊട്ടേ അത് കഴിക്കാതിരിക്കണമായിരുന്നു. കാര്യം കടലിൽ എല്ലാത്തരം മാലിന്യങ്ങളും ഉണ്ട്. അതിൻ്റെ ഇടയിലാണ് ഈ മത്സ്യങ്ങളൊക്കെ വളർന്ന് വലുതായി നമ്മുടെ കടകളിലൊക്കെ എത്തുന്നത്. ഇപ്പോൾ പറയുന്നത് ഈ എൽസ കപ്പൽ മുങ്ങിയതാണോ എന്ന അഭ്യൂഹം മുക്കിയതാണോ എന്ന അഭ്യൂഹം ശക്തമാണ്. അതായത് മത്സ്യത്തൊഴിലാളികൾ തന്നെ പറയുന്നു കാലാവസ്ഥയ്ക്കൊന്നും ഒരു പ്രശ്നവുമില്ലായിരുന്നു. കാലാവസ്ഥ പിന്നെ ഈ പ്രശ്നമുള്ള കാലാവസ്ഥയൊന്നും അല്ലായിരുന്നു എന്നാണ് മത്സ്യത്തൊഴിലാളി ഐക്യവേദി ഇപ്പോൾ ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അവർ പറയുന്നത് പ്രവർത്തനം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരുന്ന എൽസ 3 കപ്പൽ മുക്കിയതാണോ എന്ന് അന്വേഷിക്കണമെന്നാണ് കേരള മത്സ്യത്തൊഴിലാളി ഐക്യവേദി ആവശ്യപ്പെടുന്നത്. മുക്കിയതെന്ന സംശയം ബലപ്പെടുന്ന സാഹചര്യങ്ങളാണ് ഉള്ളത് എന്നാണ് ഇതിൻ്റെ പ്രസിഡന്റ് പറയുന്നത്. ചാൾസ് ജോർജ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇത്തരം കപ്പൽ നിർമ്മിക്കാൻ 400 കോടി രൂപ ചിലവ് വരും. എൽസ 3ക്ക് 28 വർഷത്തെ പഴക്കമുണ്ട്. മറ്റൊരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഒരു അറിവിൽ വന്നൊരു സാധനം കൂടി പറയാം. കാര്യം ആ സമയത്ത് വലിയ കാറ്റും കോളും ഉണ്ടാകുമെന്ന് കരുതി മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് പറഞ്ഞിരുന്നൊരു സമയമാണ്. ഈ കപ്പൽ അപകടം നടന്നത് തീരദേശത്താണ്. തീരത്ത് നിന്ന് കഷ്ടിച്ചൊരു 70 ഉൾക്കടലിലല്ല, തീരക്കടലിലാണ്. 70 കിലോമീറ്റർ മാത്രം അകലെയാണ് സംഭവം നടന്നത്. അപ്പോൾ ഇത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ചരക്കുമായിട്ട് പോകുന്നൊരു കപ്പൽ ഇത്രയും വലിയൊരു മോശം കാലാവസ്ഥയുള്ള തീരപ്രദേശത്തുകൂടി എന്തിനു പോയി? ഇത്രയും വലിയൊരു പ്രശ്നമുള്ള ഈ കപ്പൽ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ എന്തിന് ഈ തീരമേഖലയിൽ കൂടി പോയി എന്നൊരു ചോദ്യവും ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വലിയ തുക ഇൻഷുറൻസിന് വേണ്ടിയും ഇനി ഇത് ഈ 28 വർഷം കാലപ്പഴക്കം ചെന്ന കപ്പൽ പുനർനിർമ്മിക്കണമെങ്കിലും ഒരുപാട് 400 കോടി രൂപ ചിലവ് വരും. ഇതും കൂടി കണക്കിലെടുത്ത് കപ്പൽ കടലിൽ മുക്കാൻ തന്നെ ഇതിൻ്റെ അധികൃതർ പദ്ധതി ഇട്ടതാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളതാണ്. അതായത് കേന്ദ്രം അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. ആ അന്വേഷണം ഇനി കൃത്യമായി എവിടെ എത്തുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.